ഹലോ മൈ ഡിയേഴ്സ്, നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പലരുടെയും ഒരു കൺഫ്യൂഷനാണ്. ഞാൻ പല ടെക്നിക്സുകൾ യൂസ് ചെയ്തിട്ടും എൻ്റെ മാനിഫെസ്റ്റേഷൻസ് നടക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് വേറെ ഒരു വ്യക്തിക്കായിരിക്കും നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അപ്പോൾ ഇതിനൊക്കെ ഒറ്റ ഒരു റീസൺ മാത്രമേ ഉള്ളൂ. നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ അല്ല വർക്ക് ചെയ്യുന്നത്, അല്ല എങ്കിൽ അത് നമുക്ക് പറഞ്ഞിട്ടുള്ളതായിരിക്കത്തില്ല. അതായത് ഈ യൂണിവേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് സുപ്രീം പവറാണ്. അതിന് നമ്മളെപ്പോലെയല്ല, ഫ്യൂച്ചറായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ടറിയാം. എന്താണ് നമുക്ക് വേണ്ടത്, എന്ത് വന്നാൽ നമ്മൾക്ക് ദോഷം സംഭവിക്കും, എന്ത് വന്നാൽ നല്ലത് സംഭവിക്കും. എപ്പോഴും നമ്മൾ പറയുന്നതനുസരിച്ച് എപ്പോഴും എസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്, അത് നല്ലതായാലും ചീത്തയായാലും. അപ്പം നമ്മൾ നല്ല രീതിയിലൊക്കെയാണ് പ്രാക്ടീസൊക്കെ ചെയ്ത് നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റിയെങ്കിൽ മാത്രമേ ക്ലിയറായിട്ടും നമ്മളിലേക്ക് ആ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പം എന്തുകൊണ്ടാണ് ചില വ്യക്തികൾക്ക് കൂടുതൽ സമയമെടുക്കുന്നത്, എനിക്ക് കുറച്ച് സമയം അല്ലെങ്കിൽ എനിക്ക് അതിനേക്കാൾ കൂടുതൽ സമയമെടുക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾ എന്തുകൊണ്ട് നടക്കത്തില്ല എന്ന് ചോദിക്കുന്ന വ്യക്തികൾക്കുള്ള മറുപടിയാണ് ഇതെന്ന് പറയുന്നത്. അതായത് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 4+1 എന്ന് പറയുന്നത് 5 ആണ്. ഇനി അത് നമ്മളുടെ പ്രോഗ്രാമാണെന്ന് വിചാരിക്കുക. അതായത് 4 ഒന്നുകൂടെ കൂട്ടുമ്പോൾ 5. ഇനി അപ്പുറത്തിരിക്കുന്ന കുട്ടിക്ക് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ 5+2 ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ 5 എന്ന് കിട്ടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവരുടെ ആൻസർ വേറെ ആയിരിക്കും. ഇപ്പോൾ ഓരോ വ്യക്തികൾക്കും അവരവരുടെ അല്ലെങ്കിൽ തോട്ട് അനുസരിച്ച് അവരുടെ ചൈൽഡ്ഹുഡിൽ മുതൽ ഇങ്ങോട്ട് വന്നിരിക്കുന്ന എക്സ്പീരിയൻസ് അനുസരിച്ചും അവർ വളർന്നിരിക്കുന്ന സാഹചര്യങ്ങളും എല്ലാം ഈ പറഞ്ഞിരിക്കുന്ന മാനിഫെസ്റ്റേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം എന്താണ് അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കുന്നത്, നമുക്ക് പെട്ടെന്ന് സാധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ആദ്യമേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റണം. അതായത് പഴയ രീതിയിൽ നമ്മൾ ജീവിച്ചുകൊണ്ട് ഒരിക്കലും നല്ല നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റത്തില്ല. അഥവാ നിങ്ങൾ അട്രാക്റ്റ് ചെയ്തെടുത്താലും അത് നിങ്ങൾക്ക് ദോഷമായിട്ട് ഭവിക്കുകയും ചെയ്യും. അത് ശാശ്വതമായിട്ട് നിങ്ങൾക്ക് നിൽക്കത്തും ഇല്ല. അത് 100% ഉറപ്പാണ്. നമ്മൾ തന്നെ നമ്മുടെ ചുറ്റുമുള്ള പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് ചില വ്യക്തികൾ ഉയർന്നു കയറി വരും, അതിനേക്കാൾ സ്പീഡിൽ തന്നെ അവർ നശിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ? അപ്പം അതിൻ്റെ എല്ലാം പിന്നിൽ എന്താണ്? കുറച്ച് സമയത്തേക്ക് മാത്രം എന്തെങ്കിലും ഒരു നെഗറ്റീവ് ശക്തിനെ കൂട്ടുപിടിച്ചിട്ടായിരിക്കും അവർ ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ എപ്പോഴും ഈ യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രപഞ്ചത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഇൻറ്റൻഷൻ എപ്പോഴും ക്ലിയർ ആയിരിക്കണം. ഇപ്പോൾ നമുക്കൊരു കാറാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് എങ്കിൽ ആ കാർ ഏത് രീതിയിലുള്ളതാണ്, ഏത് കമ്പനിയുടേതാണ്, ഏത് കളറാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ആ കാറിന് വെറുതെ ഇങ്ങനെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് തോട്ട് വിഷ്വലൈസേഷനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ നിന്നും ഇറങ്ങി വരത്തില്ല. ഇപ്പം നമുക്കൊരു 10 ലക്ഷത്തിൻ്റെ കാറാണ് വേണ്ടതെങ്കിൽ ആ 10 ലക്ഷം രൂപയ്ക്ക് വേണ്ട ആക്ഷൻസ് നമ്മൾ എടുത്തെങ്കിൽ മാത്രമേ നമ്മൾക്ക് ആ കാർ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ പല വ്യക്തികളിലും സാഹചര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ മെഡിറ്റേഷൻസും നമ്മുടെ മൈൻഡ് സെറ്റും ഒക്കെ മാറുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് ചേഞ്ച് ആവും. പക്ഷേ നമ്മൾ കളകളൊക്കെ ഉള്ളത്, അതായത് നമ്മളുടെ ശരിയായിട്ടുള്ള ചിന്ത ആണ്, അല്ലെങ്കിൽ നമ്മൾ നട്ടിരിക്കുന്ന വിത്ത് നല്ല പവർഫുൾ ആണെങ്കിൽ മാത്രമേ അതിനനുസരിച്ചുള്ള മാനിഫെസ്റ്റേഷൻസ് വരത്തുള്ളൂ. അല്ലാതെ നമ്മൾ അവരെ കണ്ടിട്ട് അസൂയപ്പെട്ടിട്ടോ, അതായത് അസൂയയും കുശുമ്പും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസാണ് യൂണിവേഴ്സിൻ്റെ ലോസ് ഒക്കെ അനുസരിച്ചിട്ട്. സോ അതൊന്നും അനുസരിച്ച് അതൊക്കെ നമ്മൾ മറ്റുള്ളവരെ പറ്റിയിട്ട് തെറ്റ് ചിന്തിക്കുമ്പോഴും എല്ലാം നമ്മളുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മളുടെ വൈബ്രേഷനാണ് താപ്പോട്ടേക്ക് പോകുന്നത്. അതായത് നമ്മൾ നല്ല രീതിയിൽ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്ത് നമ്മളുടെ എനർജി ലെവൽ ഹൈ ആക്കി വെച്ചു. ഇനി നമ്മൾ അടുത്ത നിമിഷം തന്നെ മെഡിറ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ അടുത്ത നിമിഷം അവരെ പറ്റിയിട്ടുള്ള കുറ്റവും ഇവരെ പറ്റിയിട്ടുള്ള കുറ്റവും എനിക്കിതെന്താണ് പറ്റാത്തത്, അവർക്കിതെന്താണ്, എപ്പോഴും ഇങ്ങനെ പരാതി പറയുന്നവരെ സംബന്ധിച്ചിട്ടും എപ്പോഴും യൂണിവേഴ്സ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരേ ഒരു ലാംഗ്വേജ് എന്ത് പറഞ്ഞാലും എസ് എന്ന് പറയുന്ന എസ് ആണ്. അത് നമ്മൾക്കിപ്പം അവർക്ക് എന്താണ് ഇങ്ങനെ, എനിക്കെന്താണ് ഇങ്ങനെ, എല്ലാത്തിനും എസ് മാത്രമേ ഉള്ളൂ പുള്ളിക്കാരൻ്റെ മറുപടി. അപ്പം നമ്മൾ ആലോചിക്കണം, നമ്മളുടെ വാക്കുകൾ, നമ്മളുടെ ചിന്തകൾ ഇതെല്ലാം നല്ല രീതിയിലേക്കാണോ യൂണിവേഴ്സിലേക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഓരോ നിമിഷവും 24/7, അതായത് നമ്മൾ കിടക്കുന്നിടം വരെ, രാവിലെ ഉണരുന്നിടം മുതൽ നമ്മൾ കിടക്കുന്നിടം വരെയുള്ള ഓരോ തോട്ട്സുകളും നമ്മൾ ഫിൽറ്റർ ചെയ്ത് വേണം അങ്ങോട്ടേക്ക് വിടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ പറയുന്നത് പോലെ ഈ ദൈവത്തിനോട് സംസാരിക്കുക അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളോട് തന്നെ മനസ്സിൽ ആത്മഗതമായിട്ട് പറയുന്നതും അവിടെ എത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ ഒരാളോട് പറയുന്ന വാക്കുകളല്ല, നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഇന്നർ ടോക്കിനെയാണ് നമ്മൾ കൂടുതലായിട്ട് പേടിക്കേണ്ടത്. ഇത് കൂടാതെ നമ്മുടെ ചൈൽഡ്ഹുഡിൽ തന്നെ നമുക്ക് പല രീതിയിലുള്ള ട്രോമാസ്, അതായത് നിന്നെ ഒന്നിനും കൊള്ളത്തില്ല, നീ എന്ത് ചെയ്താലും
നല്ലതല്ല. ഇങ്ങനെ സ്നേഹത്തിൻ്റെ കൂട്ടത്തിൽ പല രീതിയിലും നമ്മുടെ മാതാപിതാക്കൾ ഉപദേശിച്ച് നമ്മളെ വഷളാക്കിയിട്ടുണ്ടാവാം. മേ ബി നമ്മളെ ഒരു കൂട്ടിലടച്ചിട്ട കിളികളെ പോലെ ആയിരിക്കാം മേ ബി വളർത്തിയിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നമ്മുടെ ഈ മാനിഫെസ്റ്റേഷനെ ബാധിക്കും. അപ്പോൾ അതെല്ലാം നമ്മൾക്ക് വന്നിരിക്കുന്ന ആ നെഗറ്റീവായിട്ടുള്ള ബിലീഫ് സിസ്റ്റത്തിനെ എല്ലാം ഉഴുതുമറിച്ച് പുതിയൊരു വ്യക്തിയായിട്ട് രൂപാന്തരപ്പെട്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ആഗ്രഹിക്കുന്നത് പോലെ പെട്ടെന്ന് മാനിഫെസ്റ്റേഷൻസ് നടക്കുന്നത്. ഇപ്പം നമ്മൾ വളർന്ന സാഹചര്യമായിരിക്കത്തില്ല നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ കുട്ടി വളർന്നിരിക്കുന്ന സാഹചര്യം. ചിലപ്പോൾ ആ കുട്ടിക്ക് കുറച്ച് ദിവസം മതിയായിരിക്കും ആ ഒരു മാനിഫെസ്റ്റേഷൻ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ വളർന്നു വന്നിരിക്കുന്ന സാഹചര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന സെൽഫ് ടോക്കിനെയൊക്കെ നമ്മൾ നിരന്തരമായിട്ടുള്ള പ്രാക്ടീസ് വഴിയിട്ടും ഇന്നർ ചൈൽഡ് ഹീലിങ്ങുമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ സെൽഫായിട്ടുള്ള പ്രാക്ടീസസും ഒക്കെ ചെയ്ത് മാറ്റി ചെയ്തെങ്കിലും ആണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടായാലും ഫോർഗീവ്നെസ് കൊണ്ടായാലും പ്രയോജനം. അത് നമ്മൾ ഓരോ നിമിഷവും നമ്മൾ വർക്ക് ചെയ്യേണ്ടതാണ്. അല്ലാതെ ഈ പറയുന്ന സമയത്ത്, അതായത് മെഡിറ്റേഷനിലിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കുറച്ച് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന സമയത്തോ നമ്മൾ പോസിറ്റീവ് ആയിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മളുടെ വൈബ്രേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അതേ ഫീൽഡിൽ, അതായത് ആര് നമ്മളെ എന്ത് പറഞ്ഞാലും നമുക്ക് നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നാലും എന്തൊക്കെ ആയാലും നമ്മൾ ആ പിടിച്ചിരിക്കുന്ന അതിൽ യാതൊരുവിധ പ്രശ്നവും ഉണ്ടാക്കത്തില്ല, അതിൽ ഞാൻ യാതൊരുവിധ തെറ്റും കാണിക്കത്തില്ല എന്ന് നമ്മളോട് തന്നെ ഒരു പ്രോമിസ് കൊടുത്തിട്ട് മുന്നോട്ടേക്ക് പോകണം. പിന്നെ നിങ്ങളൊരു കാര്യം കൂടെ വിചാരിക്കണം, ഈ പരീക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ട് അനുഭവിക്കുന്നത് ആരാണ്? യൂണിവേഴ്സ് കൂടുതലായിട്ട് നിങ്ങളെ നിരീക്ഷിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. അത് നടക്കത്തില്ല എന്നിട്ടല്ല അതിൻ്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നത്. അവരുടെ പ്രോബ്ലംസ് വെച്ച് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പ്രോബ്ലംസിനെ കമ്പയർ ചെയ്യരുത്. കാര്യം രണ്ട് ഡിഫറെൻറ്റ് സാഹചര്യത്തിലാണ് വളർന്നതും പഠിച്ചതും, അവരുടെ സാഹചര്യങ്ങളും ഡിഫറെൻ്റാണ്. സോ അത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യരുത്. അവരുടെ പ്രോഗ്രാം അല്ല നിങ്ങളുടെ പ്രോഗ്രാം. സോ നിങ്ങളുടെ പ്രോഗ്രാംസ് അനുസരിച്ച് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കൃത്യമായിട്ടൊരു മെൻറ്റർഷിപ്പൊക്കെ എടുത്ത് നിങ്ങളുടെ സബ് കോൺഷ്യസിനെ റീപ്രോഗ്രാം ചെയ്തിട്ട് മാനിഫെസ്റ്റേഷൻ കൃത്യമായിട്ട് ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്ത് ലൈഫ് ടൈം ആയിട്ടുള്ള പ്രോസസ്സാണ്. നമ്മൾ ആ ഒരു പാത്തിലേക്ക് കയറി കഴിയുന്ന സമയത്ത് കൃത്യമായിട്ട് അലൈൻമെൻറ്റ് എന്നൊക്കെ പറയുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നർ മൈൻഡിൽ എന്താണോ വരുന്നത് അത് തന്നെയാണ് നമ്മുടെ ഔട്ടർ വേൾഡിൽ റിഫ്ലക്റ്റ് ചെയ്ത് കാണപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു എനർജീനെ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ എത്ര നടക്കാത്ത ആഗ്രഹങ്ങളാണെങ്കിലും അത് ഈസി ആയിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ കഴിവല്ല, അത് കൃത്യമായിട്ട് ആ യൂണിവേഴ്സൽ പവറിൻ്റെ കഴിവാണ്. മനസ്സിലായോ? അല്ലാതെ നമ്മൾ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. 8078962109 എന്ന് പറഞ്ഞിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ പേഴ്സണൽ മെസ്സേജ് എനിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓരോരുത്തരുടെ സംശയങ്ങൾക്കനുസരിച്ച് ഞാൻ ഓരോ വീഡിയോ ചെയ്യാവുന്നതാണ്. താങ്ക്